സ്നേഹമുള്ളവരെ, ഇറ്റേണൽ സിറ്റിയായ റോമിലെ 4 മേജർ ബസിലിക്കകളിൽ ഒന്നായ ബസിലിക്ക ദി പൗലോ, വിശുദ്ധ പൗലോസ്ലീഹയുടെ ബസിലിക്കയിലാണ് നാം ഇന്ന് തീർത്ഥാടനത്തിനായിട്ട് എത്തിയിരിക്കുക. ഇവിടെ വിജാതിയരുടെ അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ്ലീഹയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. AD 67 വിശുദ്ധ പൗലോസ്ലീഹ ശിരച്ഛേദനം ചെയ്യപ്പെട്ട് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുക. ഈ ദേവാലയത്തിന് മുന്നിൽ അതിമനോഹരമായ ഒരു ഗാർഡൻ നമുക്ക് കാണാം. ദേവാലയത്തിൻ്റെ പ്രത്യേകത വൈറ്റ് മാർബിൾ കൊണ്ടാക്കിയ പില്ലറുകളാണ്. ദേവാലയത്തിൻ്റെ വലതുവശത്ത് ഹോളി ഡോർ, 25 വർഷം കൂടുമ്പോൾ ജൂബിലി വർഷങ്ങളിൽ തുറക്കുന്ന ഈ ഡോറ് ഈ വർഷവും ജൂബിലി വർഷത്തിൽ തുറക്കപ്പെടുന്നുണ്ട്. ഈ ദേവാലയം 2 പ്രാവശ്യം തീപിടുത്തത്തിൽ കത്തി നശിച്ചൊരു ദേവാലയമാണ്. വീണ്ടും അത് പുനരുദ്ധരിച്ചു. ദേവാലയത്തിൻ്റെ മുൻ ഡോറിലൂടെ നമ്മൾ ദേവാലയത്തിന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ചിത്രപ്പണികളാൽ തീർത്ത, നല്ല ഗോൾഡൻ വർക്കിൽ തീർത്ത ദേവാലയം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വലതുവശത്തെ ഡോറിലൂടെ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരി പേരെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ദേവാലയമാണ് വിശുദ്ധ പൗലോസ്ലീഹയുടെ ഈ ബസിലിക്ക. നമുക്കറിയാം, വിശുദ്ധ പത്രോസ്ലീഹായും പൗലോസ്ലീഹായുമാണ് സഭയുടെ നെടും തൂണുകളെന്നറിയപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ നേരിട്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനല്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ചിട്ടില്ല, ക്രിസ്തുവിനെ കണ്ടിട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ പീഡിപ്പിക്കുവാനായിട്ട്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ ദർശനം ലഭിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ജീവിതം മാറ്റിവെക്കുക. ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന അപ്പസ്തോലൻ, ഇറ്റ് ഈസ് നോട്ട് ഐ ഹു ലീവ്, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു ലീവ്സ് ഇൻ മീ. ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് മാത്രം പറയുവോളം ക്രിസ്തുവിൽ നിറഞ്ഞ ഒരു ജീവിതം. ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, മരണം വഴി ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന നേട്ടമാണ് എന്നൊക്കെ പറയുന്ന വിശുദ്ധ പൗലോസ്ലീഹ. നമുക്കറിയാം, വിശുദ്ധ പൗലോസ്ലീഹയുടെ ഈടുറ്റ ലേഖനങ്ങൾ, ഒത്തിരി മിഷൻ യാത്രകൾ നടത്തുമ്പോഴും ഓരോ സഭയ്ക്കും വേണ്ടി എഴുത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു. നമ്മുടെ വിശുദ്ധ പൗലോസ്ലീഹയുടെ ഖബറിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ശാന്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള അവസരമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ചങ്ങലക്കിട്ട ചങ്ങലയാണ് അവിടെ കാണുക. ഇത് ഖബറിടം. ഇവിടെയാണ് വിശുദ്ധ പൗലോസ്ലീഹയുടെ ശരീരം വെച്ചിരിക്കുക, അടക്കം ചെയ്തിരിക്കുക. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളുമൊക്കെ വിശുദ്ധ പൗലോസ്ലീഹയുടെ മാധ്യസ്ഥം വഴി വിശ്വാസ തീഷ്ണതയിൽ വളരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ പോലെ തീഷ്ണതയുള്ള ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിനുള്ളിൽ ഇന്ന് കാണുന്ന തിരുസഭയെ പണിതുയർത്തിയ സഭയുടെ നെടും തൂണുകളായ വിശുദ്ധ പത്രോസ്ലീഹയുടെയും പൗലോസ്ലീഹയുടെയും രൂപങ്ങൾ നമുക്ക് കാണാം. പൗലോസ്ലീഹയുടെ ഈ രൂപത്തിൽ പൗലോസ്ലീഹ എന്തിരിക്കുന്ന വാള് സൂചിപ്പിക്കുക, വാളുകൊണ്ട് സ്വീകരിച്ച രക്തസാക്ഷിത്വവും, അതുപോലെ തന്നെ സത്താൻ്റെ കുടില തന്ത്രങ്ങളെ തകർക്കാൻ വചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കാൻ പറഞ്ഞ വാക്കുമൊക്കെയാണ്. മറുകയിൽ എഴുതിയ ലേഖനങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രന്ഥവുമുണ്ട്. ഇവിടെ നമുക്ക് വിശുദ്ധ പത്രോസ്ലീഹയുടെ രൂപം കാണാവുന്നതാണ്. ദേവാലയത്തിന് മുകൾ സൈഡിലായിട്ട് കത്തോലിക്ക സഭയെ ഇതുവരെ നയിച്ച എല്ലാ മാർപ്പാപ്പമാരുടെയും രൂപങ്ങൾ വളരെ മനോഹരമായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ട്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ചിത്രങ്ങൾ പോലും ഇവിടെ വരച്ചിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ നടുഭാഗത്തായിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹയുടെ ഖബറിടം. അതിന് മുകളിലായിട്ട് ബലിപീഠം നമുക്ക് കാണാം. പഴയ ബലിപീഠം, നേരത്തെ ബലിയർപ്പിച്ചു കൊണ്ടിരുന്ന സ്ഥലം. എന്നാൽ ഇപ്പോൾ ഇവിടെയാണ്, ഏറ്റവും പുറകിലായിട്ടാണ് ബലിപീഠം. ദേവാലയത്തിനകത്ത് പല കപ്പേളകൾ, അൾത്താരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൾത്താര ദെല്ല കൺവേർഷനാണിത്. വിശുദ്ധ പൗലോസ്ലീഹയുടെ കൺവേർഷനെ സൂചിപ്പിക്കുന്നു. ഇനി കപ്പേള ദി സാന്തോ സ്റ്റെഫാനോ, വിശുദ്ധ സ്റ്റീഫൻ നമുക്കറിയാം ആദ്യത്തെ മാർട്ടറാണ്. രക്തസാക്ഷിത്വം വഹിക്കുമ്പോഴും കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി കപ്പേള ദെൽ സക്രമെന്തോ, ഇവിടെ ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള സൗകര്യമുണ്ട്. ദിവികാരുണ്യ, ഈശോയുടെ മുമ്പിൽ ദിവികാരുണ്യ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെക്കാറുണ്ട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. കപ്പേള ദ സാൻ ലോറൻസോ,
വിശുദ്ധ ലോറൻസ് നമുക്കറിയാം ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ ഒരു ഭാഗം വെന്തു, ഇനി മറുഭാഗം വേകാനായിട്ട് മറിച്ച് കിടത്താൻ പറഞ്ഞ വിശുദ്ധൻ. കപ്പളദാസൻ ബെനഡിക്റ്റൻ സന്യാസികളാണ് ഈ ബസലിക്ക നോക്കി നടത്തുന്നത്. അതുപോലെ തന്നെ അസംഷൻ ചാപ്പൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് വിശുദ്ധ പൗലോസ്ലീഹയുടെ മാധ്യസ്ഥം വഴി ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. വിശ്വാസ തീഷ്ണതയിൽ ഈശോയെ സ്നേഹിച്ചു വളരാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും വിശുദ്ധ പൗലോസ്ലീഹയുടെ മാധ്യസ്ഥവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.